السلام عليكم ورحمة الله. أشهد أن لا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാളെ മുതൽ റംദാൻ ആരംഭിക്കുകയാണ്. അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും സ്വന്തം ആത്മീയ സംസ്കരണത്തിനുമായി അള്ളാഹു നമുക്ക് പ്രത്യേകമായി നൽകിയ വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണിത്. ഈ മാസത്തിൽ നിന്ന് പരമാവധി പ്രയോജനം നേടാൻ ഓരോ അഹമ്മദിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ റമദാനു ശേഷവും നമ്മൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെയും ആരാധനയുടെയും നിലവാരങ്ങൾ നിലനിർത്തുകയും അവ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴേ യഥാർത്ഥ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്ന് എപ്പോഴും ഓർക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഏതാനും വെള്ളിയാഴ്ചകളിലായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിനോടുള്ള സ്നേഹം, ആരാധനാ രീതികൾ, നിലവാരങ്ങൾ എന്നിവയെക്കുറിച്ചും സത്വിശ്വാസികൾക്ക് ആ പുണ്യാത്മാവ് നൽകിയ ഉപദേശങ്ങളെക്കുറിച്ചും നിർദ്ദേശങ്ങളെക്കുറിച്ചും ഞാൻ വിവരിച്ചു വരികയായിരുന്നു. പിന്നീട് ആ പുണ്യാത്മാവിൻ്റെ യഥാർത്ഥ ദാസന്റെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ മാതൃക യഥാർത്ഥമായി പിന്തുടർന്ന സംഭവങ്ങളും വിവരിക്കുകയുണ്ടായി. ഈ വിഷയം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് റമദാന്റെ പശ്ചാത്തലത്തിലും ഇത് തന്നെ തുടരും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സീറത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുമായുള്ള ബന്ധവും പ്രാർത്ഥനകളും വെളിവാക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ വിവരിക്കാം. യജമാനന്റെയും ദാസന്റെയും ആരാധനയുടെയും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെയും ഈ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് നാം റമദാനിലേക്ക് പ്രവേശിച്ചു എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ്. നമ്മുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്വന്തം ജീവിതത്തെ വിലയിരുത്താൻ നമുക്ക് ഇതിലൂടെ തൗഫീഖ് ലഭിക്കാവുന്നതുമാണ്. അതിനാൽ ഞാൻ വിവരിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ആത്മീയ നിലവാരം ഉയർത്തുന്നതിനും ആത്മപരിശോധന നടത്തുന്നതിനുമായി ഓരോരുത്തരും തങ്ങളുടെ മുന്നിൽ വെക്കണം. നമ്മുടെ യജമാനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ദാസന്റെയും ആരാധനാ രീതികളും അള്ളാഹുവുമായുള്ള ബന്ധവും എപ്രകാരമായിരുന്നുവോ അത്തരം കാര്യങ്ങളും പ്രവൃത്തികളും ജീവിതത്തിൽ പകർത്താൻ നാം പരിശ്രമിക്കണം. ഈ സംഭവങ്ങൾ കേട്ട് ആസ്വദിക്കുക എന്നത് മാത്രമാകരുത് ലക്ഷ്യം, മറിച്ച് ഇവ നമുക്ക് വഴികാട്ടിയായിരിക്കണം. പ്രസ്തുത സംഭവത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് രേഖപ്പെടുത്തിയ ഒരു നിവേദനം ഞാൻ അവതരിപ്പിക്കാം. മൗലവി അബ്ദുല്ല ബട്ടാൽവി സാഹിബിൻ്റെ ഒരു വിവരണം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർഹൂം ഖാളി സിയാഉദ്ദീൻ സാഹിബിൻ്റെ പുത്രിയും തൻ്റെ മാതൃബന്ധുവും കൂടിയായ അമുത്ത റഹ്മാൻ സാഹിബ ഒരു കടലാസ് കഷ്ണം തനിക്ക് നൽകിയതായി അദ്ദേഹം പറഞ്ഞു. അത് പാഴ്വസ്തുവായി കരുതാവുന്ന ഒന്നായിരുന്നുവെങ്കിലും അതിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹസ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ്റെയും കൈപ്പടയിലുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നതിനാൽ വളരെ താല്പര്യത്തോടെ ഒരു തബറുക്കായി അത് വാങ്ങി സൂക്ഷിച്ചു വെച്ചു. പിന്നീട് എപ്പോഴോ പുസ്തകങ്ങൾക്കിടയിൽപ്പെട്ട് അത് കൈമോശം വന്നുപോയി. എങ്കിലും ആ കടലാസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അമുത്ത റഹ്മാൻ സാഹിബ തന്നെ തന്നോട് വിവരിച്ചിരുന്നു.
വെറുമൊരു പാഴ്ക്കടലാസ് എന്ന് തോന്നിക്കുമെങ്കിലും അതിൽ വളരെ സരസമായി എഴുതപ്പെട്ട ആ വരികൾ ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അള്ളാഹുവുമായുള്ള ബന്ധത്തിലേക്കും തഖ്വയിലേക്കും പരിശുദ്ധിയിലേക്കും ആരാധനയിലുള്ള താല്പര്യത്തിലേക്കും വെളിച്ചം വീശുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം പരാമർശിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം കരുതുന്നു. അഹമ്മദുൽ റഹ്മാൻ സാഹിബ ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് കണ്ട ഒരു കാര്യം ഇപ്രകാരം വിവരിച്ചു. ഒരിക്കൽ ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഹസരത്ത് ഉമ്മുൽ മുഅ്മിനീനും കണ്ണടച്ചുകൊണ്ട് കടലാസിൽ എഴുതാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ചു നോക്കാൻ ആഗ്രഹിച്ചു. ആ ദമ്പതികൾക്കിടയിലുള്ള ലളിതമായ ഗ്രഹാന്തരീക്ഷത്തിൽ നടന്ന ഒരു പരീക്ഷണമായിരുന്നു അത്. അങ്ങനെ ഒരു കടലാസ് കഷ്ണം എടുത്ത് ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ ചില വരികൾ എഴുതി. ആ കടലാസ് നഷ്ടപ്പെട്ടുവെങ്കിലും അതിലെ ഓരോ അക്ഷരവും തനിക്ക് കൃത്യമായി ഓർമ്മയുണ്ടെന്നും ആ കടലാസ് തിരികെ ലഭിച്ചാൽ അതിൽ ഇതേ വാക്കുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ എഴുതിയത് ഇപ്രകാരമായിരുന്നു: മനുഷ്യൻ എല്ലാ സമയത്തും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായിരിക്കണം. 5 നേരവും അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. ഇതാണ് അദ്ദേഹം എല്ലായ്പ്പോഴും തൻ്റെ അനുയായികളെ ഉപദേശിച്ചുകൊണ്ടിരുന്ന നിലവാരം. തൻ്റെ അനുയായികൾ മറിച്ച് ഓരോ സത്യവിശ്വാസിയും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും എല്ലായ്പ്പോഴും ആരാധനയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവരുമായിരിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത്. ഏതായാലും ആ കടലാസിൽ ഹസരത്ത് അമ്മ ജാൻ എഴുതിയ വരികളും ഞാൻ വിവരിക്കാം. അത് സാധാരണ ഗ്രഹാന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഹസരത്ത് അമ്മ ജാന്റെ ലളിതമായ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: മഹമ്മൂദ് എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. ആരും അവനൊന്നും പറയരുത്. കുട്ടികളെക്കുറിച്ച് തന്നെ മറ്റൊരു വാചകം ഇപ്രകാരമായിരുന്നു: മുബാറക് അഹമ്മദ് ബിസ്ക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇവ രണ്ടുപേരുടെയും എഴുത്തുകൾ ഇപ്രകാരമായിരുന്നു. അവർ എഴുതിയത് സാധാരണ വീട്ടുകാര്യങ്ങളായിരുന്നുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എഴുത്ത് അല്പം അവ്യക്തമായിരുന്നുവെങ്കിലും ഉറപ്പുള്ളതായിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് എഴുതിയതിനാൽ അത് വേഗത്തിൽ കുറിച്ചിട്ടതുപോലെ തോന്നിക്കുമെങ്കിലും അതിൽ ഒരു ദൃഢത ഉണ്ടായിരുന്നു. കണ്ണടിച്ചെഴുതിയിട്ടും മറ്റെഴുത്തുകളെപ്പോലെ തന്നെ വരികൾ നേരെയായിരുന്നു. അത് വായിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഹസരത്ത് ഉമ്മുൽ മുഅ്മിനീന്റെ അക്ഷരങ്ങൾ സ്ഥാനത്ത് നിന്ന് മുകളിലേക്കും താഴേക്കും തെന്നിപ്പോയിരുന്നു. വരികൾ നേരെയായിരുന്നുമില്ല. ഇതിലെനിക്കെപ്പോഴും സന്തോഷം നൽകുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. തീർച്ചയായും അത് ആനന്ദകരമായ കാര്യമാണ്. അതായത് തൻ്റെ വീട്ടിൽ തികഞ്ഞ സ്വതന്ത്രനായിരിക്കുമ്പോഴും യാതൊരു ആലോചനയുമില്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും എഴുതേണ്ടി വന്നപ്പോൾ ഉദ്ദേശരൂപേണയുള്ള വാക്കുകളല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. എന്നാൽ ഹസരത്ത് ഉമ്മുൽ മുഅ്മിനീന്റെ എഴുത്ത് ആ സാഹചര്യത്തിൽ അവരുടെ മനസ്സിൽ വരാവുന്ന കാര്യങ്ങളായിരുന്നു. ദൈവനിയുക്തരും മറ്റുള്ളവരും തമ്മിലുള്ള അന്തരം ഇതാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ എങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാം എന്നതിനെക്കുറിച്ചും അവരിൽ ആരാധനാ താല്പര്യം എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചും ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിൽ വലിയൊരു വേദന ഉണ്ടായിരുന്നു. ഇത് ലളിതമായ ഒരു ഗ്രഹാന്തരീക്ഷത്തിലെ കാര്യമാണെങ്കിലും ഇതിൽ വളരെ ആഴമേറിയ ഒരു പാഠമുണ്ട്. ഇത്തരത്തിൽ ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് മറ്റൊരു സംഭവം കൂടി വിവരിച്ചിട്ടുണ്ട്. മിയാ അബ്ദുല്ല സാഹിബ് സന്നൂർ വിവരിക്കുന്നു, 1884 ഹസരത്ത് സാഹിബ് കാദ്യാന് പുറത്തുപോയി എവിടെയെങ്കിലും ചില്ലാക്കശി, അതായത് ഏകാന്ത ഭജനം അനുഷ്ഠിക്കണമെന്നും ഒപ്പം ഇന്ത്യ മുഴുവൻ ഒന്ന് സഞ്ചരിക്കണമെന്നും ആഗ്രഹിച്ചു. ഗുർദാസ്പൂർ ജില്ലയിലെ സുജാൻപൂരിൽ പോയി ഏകാന്തതയിൽ കഴിയാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച്
അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു പോസ്റ്റ് കാർഡ് മിയാൻ അബ്ദുള്ള സാഹിബിന് അയച്ചു കൊടുത്തു. ഈ യാത്രയിലും ഇന്ത്യയിലെ മറ്റ് യാത്രകളിലും എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അപേക്ഷിച്ചു. ഹുസൂർ അത് അംഗീകരിച്ചു. എന്നാൽ പിന്നീട് സുജാൻപൂർ യാത്രയുമായി ബന്ധപ്പെട്ട് ഹുസൂറിനൊരു ഇൽഹാമുണ്ടായി. നിന്റെ പ്രശ്നപരിഹാരം ഹോഷിയാർപൂരിലായിരിക്കും. അതുപോലെ അദ്ദേഹം സുജാൻപൂർ യാത്ര ഉപേക്ഷിക്കുകയും ഹോഷിയാർപൂരിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. 1886 ജനുവരിയിൽ അദ്ദേഹം ഹോഷിയാർപൂരിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ മിയാൻ അബ്ദുള്ളയെ കത്തെഴുതി കാദ്യാനിലേക്ക് വിളിപ്പിച്ചു. ഹോഷിയാർപൂരിലെ പ്രമുഖനായ ഷേഖ് മെഹർ അലിക്ക് ഇപ്രകാരം കത്തെഴുതി: 2 മാസത്തേക്ക് ഹോഷിയാർപൂരിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നഗരത്തിന് പുറത്തുള്ളതും മുകൾ നിലയിലുള്ളതുമായ ഒരു വീട് ഏർപ്പാടാക്കണം. ഷെയ്ഖ് മെഹർ അലി തവേല എന്നറിയപ്പെട്ടിരുന്ന തൻ്റെ ഒരു വീട് ഇതിനായി ഒഴിഞ്ഞുകൊടുത്തു. ഹുസൂർ ബഹലിയിൽ ഒരുതരം ചെറിയ വാഹനമായിരുന്നു. ഇരുന്നു കൊണ്ട് ബിയാസ് നദി വഴി അങ്ങോട്ട് യാത്ര തിരിച്ചു. മിയാ അബ്ദുള്ള സാഹിബ് എഴുതുന്നു: ഞാനും ഷേഖ് ഹാമിദ് അലിയും ഫത്തഹ് ഖാനും കൂടെ ഉണ്ടായിരുന്നു. ഹോഷിയാർപൂർ ജില്ലയിലെ ടാൻഡയ്ക്ക് അടുത്തുള്ള റസൂൽപൂർ സ്വദേശിയായിരുന്നു ഫത്തഹ് ഖാൻ. അദ്ദേഹം ഹുസൂറിന്റെ വലിയ അനുയായിയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നിർഭാഗ്യവശാൽ മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയുടെ സ്വാധീനത്തിൽപ്പെട്ട് അദ്ദേഹം മുർത്തദായി മാറി. ഹുസൂർ നദീതീരത്തെത്തിയപ്പോൾ അക്കരെ കടക്കാൻ ഒരു വഞ്ചി എടുത്തു. വഞ്ചി നീങ്ങിക്കൊണ്ടിരിക്കെ ഹുസൂർ എന്നോട് ഇപ്രകാരം പറഞ്ഞു: മിയാ അബ്ദുള്ള, ഒരു വരിഷ്ഠന്റെ സമ്പർക്കം ഈ നദീയാത്ര പോലെയാണ്. അക്കരെ എത്താമെന്ന പ്രതീക്ഷയുണ്ട്, മുങ്ങിപ്പോകാനുള്ള ഭയമുണ്ട്. അതായത് വരിഷ്ഠനോ മഹാത്മാവോ വലിയുല്ലായോ ആയ ഒരാളുടെ കൂടെ കഴിയുന്നവന്റെ അന്ത്യം 2 തരത്തിലാകാം. ഒന്നുകിൽ ഈ വഞ്ചിയിൽ നമ്മൾ നദി കടക്കുന്നത് പോലെ അയാൾ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആ വഞ്ചി മുങ്ങുന്നത് പോലെ അയാൾ നശിച്ചു പോകാം. മിയാ അബ്ദുള്ള പറയുന്നു: ഞാൻ അന്ന് ഹുസൂറിന്റെ ആ വാക്കൊട്ടും ഗൗരവമില്ലാതെയാണ് കേട്ടത്. എന്നാൽ പിന്നീട് ഫത്തഹ് ഖാൻ മുർത്തദായപ്പോഴാണ് ഹുസൂറിന്റെ ആ വാചകം ഞാൻ ഓർത്തത്. ഏതായാലും വഴിമധ്യേ ഫത്തഹ് ഖാന്റെ ഗ്രാമത്തിൽ തങ്ങിക്കൊണ്ട് അടുത്ത ദിവസം ഞാൻ ഹോഷിയാർപൂരിലെത്തി. അവിടത്തെ ഉടനെ ഹുസൂർ തവേലയുടെ മുകൾ നിരയിൽ താമസം ആരംഭിച്ചു. ഞങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾക്ക് 3 പേർക്കും വെവ്വേറെ ജോലികൾ അദ്ദേഹം നിശ്ചയിച്ചു നൽകി. ഭക്ഷണം പാകം ചെയ്യുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക എന്നത് ഫത്തഹ് ഖാന്റെ ഡ്യൂട്ടിയായിരുന്നു. വീട്ടുജോലികൾ ചെയ്യുക, വരുന്ന അതിഥികളെ സ്വീകരിക്കുക എന്നിവ ഷേഖ് ഹാമിദ് അലിക്കായി നിശ്ചയിച്ചു. ഇതിനുശേഷം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കൈയക്ഷരത്തിലുള്ള നോട്ടീസുകളിലൂടെ ഇപ്രകാരം പ്രഖ്യാപനം നടത്തി: 40 ദിവസത്തേക്ക് ആരും എന്നെ കാണാൻ വരരുത്, ആരും എന്നെ വിരുന്നിനായി ക്ഷണിക്കുകയും ചെയ്യരുത്. ഈ 40 ദിവസത്തിന് ശേഷം ഞാൻ 20 ദിവസം കൂടി ഇവിടെ താമസിക്കും. ആ സമയത്ത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാം, വിരുന്നിന് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതുമാകാം, ചോദ്യോത്തരങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുമാകാം. വാതിലകത്തു നിന്നും എപ്പോഴും പൂട്ടിയിരിക്കണമെന്ന് ഞങ്ങളോടും അദ്ദേഹം കൽപ്പിച്ചു. വീട്ടിലുള്ളവരും എന്നെ വിളിക്കരുത്. ഞാൻ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം മറുപടി നൽകുക. ആരും മുകൾ നിലയിലേക്ക് വരികയും ചെയ്യരുത്. അദ്ദേഹം ഇപ്രകാരം നിർദ്ദേശിച്ചു: എൻ്റെ ഭക്ഷണം മുകളിൽ എത്തിച്ചു തരണം. എന്നാൽ ഞാൻ അത് കഴിക്കുന്നതുവരെ ആരും കാത്തു നിൽക്കരുത്. അടുത്ത തവണ വരുമ്പോൾ ഒഴിഞ്ഞ പാത്രങ്ങൾ എടുത്തുകൊണ്ടു പോവുക. ഞാൻ ചില്ലാക്കശിയിലായതിനാൽ എൻ്റെ നമസ്കാരം ഞാൻ മുകളിൽ തന്നെ നിർവഹിക്കും. നിങ്ങൾ താഴെ നമസ്കരിച്ചു കൊള്ളുക. എന്നാൽ ജുമ നിർബന്ധമായതിനാൽ നഗരത്തിൻ്റെ ഒരു വശത്തുള്ള വിജനമായ വല്ല മസ്ജിദും കണ്ടെത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ ആ നഗരത്തിന് പുറത്തുള്ള ഒരു തോട്ടത്തിൽ വിജനമായി കിടന്നിരുന്ന ഒരു ചെറിയ പള്ളി കണ്ടെത്തി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹുസൂർ അലൈഹിസ്സലാം അങ്ങോട്ട് പോവുകയും ഞങ്ങൾ നമസ്കരിപ്പിക്കുകയും ഖുത്ബ സ്വയം നിർവഹിക്കുകയും ചെയ്തിരുന്നു. മിയാ അബ്ദുള്ള സാഹിബ് വിവരിക്കാറുണ്ടായിരുന്നു: ഞാൻ ഭക്ഷണം വയ്ക്കാൻ വേണ്ടി മുകൾ നിലയിലേക്ക് പോകാറുണ്ടായിരുന്നു.
ഹസ്രത്ത് സാഹിബിനോട് ഞാൻ ഒന്നും സംസാരിക്കാറില്ലായിരുന്നു. എന്നാൽ ഹസ്രത്ത് സാഹിബ് എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാൻ മറുപടി നൽകും. ഒരിക്കൽ ഹസ്രത്ത് സാഹിബ് എന്നോട് പറഞ്ഞു, മേ അബ്ദുല്ല, ഈ ദിവസങ്ങളിൽ എനിക്കായി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ദീർഘനേരം അള്ളാഹു എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഈ സംഭവങ്ങൾ എഴുതുകയാണെങ്കിൽ അത് പല താളുകളുണ്ടാകും. മേ അബ്ദുല്ല സാഹിബ് പറയുന്നു, വാഗ്ദത്തപുത്രനെ സംബന്ധിച്ച ഇൽഹാമുകൾ ഈ ചില്ലാക്കശിയിലാണ് ഉണ്ടായത്. ആ ചില്ലയ്ക്ക് ശേഷം ഹോഷിയാർപൂരിൽ വെച്ച് തന്നെ അദ്ദേഹം ഈ പ്രവചനം പരസ്യപ്പെടുത്തി. ഇത് 1886 ഫെബ്രുവരി 20 വിളംബരമാണ്. ഇത് ജമാഅത്തിൽ മുസ്ലിമോദ് പ്രവചനം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ന് ഫെബ്രുവരി 20 എന്നതും വാഗ്ദത്തപുത്രനെ കുറിച്ചുള്ള പ്രവചനം മഹത്തായ പ്രതാപത്തോടെ പൂർത്തിയായ ദിവസമാണ് എന്നതും ഒരു പ്രത്യേക യാദൃച്ഛികതയാണ്. പ്രവചനപ്രകാരം ജനിച്ച ആ വാഗ്ദത്തപുത്രന്റെ ഖിലാഫത്ത് 52 വർഷം നിലനിൽക്കുകയും അള്ളാഹു അദ്ദേഹത്തിന് മഹത്തായ വിജയങ്ങൾ നൽകുകയും ചെയ്തു. മുസ്ലിം മൗദ് പ്രവചനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രവചനങ്ങളും ഇൽഹാമുകളും കാര്യങ്ങളും ഹസ്രത്ത് ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് തലാനുഹിലൂടെ പൂർത്തിയായി. ഈ സംഭവം ഇന്ന് തന്നെ എൻ്റെ മുന്നിൽ വന്നതിനാലാണ് ഞാൻ ഈ യാദൃശ്ചികതയെക്കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ ഇത് മുമ്പോ പിമ്പോ വരാമായിരുന്നു. എന്നാൽ ഇന്ന് തന്നെ ഇത് വരണമെന്നതും ഞാനിത് വിവരിക്കണമെന്നതും അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ആയിരിക്കാം. ഫെബ്രുവരി 20 സംബന്ധിച്ച് മുസ്ലിമോദ് പ്രവചന ദിനമായ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ വിവരിക്കപ്പെട്ടു. അദ്ദേഹം എങ്ങനെ എവിടെ പോയി ഏകാന്ത ഭജനം നടത്തിയെന്നും അവിടെ വെച്ച് അദ്ദേഹത്തിന് അപ്രകാരം സന്തോഷ വാർത്തകൾ നൽകപ്പെട്ടുവെന്നും ഇതിൻ്റെ യോഗങ്ങൾ ഇപ്പോൾ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. MTA പ്രോഗ്രാമുകളിലൂടെയും ഇതിൻ്റെ ചരിത്രം അറിയാൻ സാധിക്കും. അവ കാണേണ്ടതാണ്. ഏതായാലും 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രഖ്യാപന പ്രകാരം അദ്ദേഹം 20 ദിവസം കൂടി അവിടെ താമസിച്ചു. ആ ദിവസങ്ങളിൽ പലരും വിരുന്നുകൾ നൽകി. പലരും മതപരമായ ചർച്ചകൾക്കായി വന്നു. പുറത്തുനിന്നുള്ള ഹസ്രത്ത് സാഹിബിൻ്റെ പഴയ സുഹൃത്തുക്കളും അതിഥികളായി വന്നു. ആ ദിവസങ്ങളിലാണ് മുരളീധരുമായുള്ള സംവാദം നടന്നത്. അത് സുർമയെ ചഷ്മെ ആര്യ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മാസത്തെ കാലാവധി പൂർത്തിയായപ്പോൾ ഹസ്രത്ത് സാഹിബ് അതേ വഴിയിലൂടെ ഖാദിയാനിലേക്ക് മടങ്ങി. ഹോഷിയാർപൂരിൽ നിന്നും 5 മൈൽ അകലെ ഒരു മഹാത്മാവിൻ്റെ ഖബറുണ്ട്. യാത്രക്കിടയിലുണ്ടായ മറ്റൊരു സംഭവവും ഇവിടെ വിവരിച്ചിട്ടുണ്ട്. തോട്ടം പോലുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഹുസൂർ അല്പനേരം വണ്ടിയിൽ നിന്നിറങ്ങി ഇപ്രകാരം പറഞ്ഞു, ഇത് നല്ല തണലുള്ള സ്ഥലമാണ്, ഇവിടെ അല്പനേരം വിശ്രമിക്കാം. അതിനുശേഷം ഹസ്രത്ത് സാഹിബ് ആ ഖബറിനടുത്തേക്ക് പോയി. മിയാ അബ്ദുല്ല സാഹിബ് പറയുന്നു, ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. ഷെയ്ഖ് ഹാമിദ് അലിയും ഫത്തഹ് ഖാനും വണ്ടിക്ക് സമീപം തന്നെ നിന്നു. ഹസരത്ത് മക്ബറയുടെ വാതിൽ തുറന്ന് അകത്തു പ്രവേശിച്ചു. ഖബറിൻ്റെ തലഭാഗത്ത് നിന്ന് പ്രാർത്ഥനയ്ക്കായി കൈകൾ ഉയർത്തി ദീർഘനേരം പ്രാർത്ഥിച്ചു. പിന്നീട് മടങ്ങി വന്ന ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്കായി കൈകൾ ഉയർത്തിയപ്പോൾ ഈ ഖബറിലുള്ള മഹാത്മാവ് ഖബറിൽ നിന്ന് പുറത്തു വന്ന് മുട്ടുകുത്തി എൻ്റെ മുന്നിലിരുന്നു. നിങ്ങൾ കൂടെയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാമായിരുന്നു. അദ്ദേഹത്തിന് വലിയ കണ്ണുകളും കറുത്ത നിറവുമായിരുന്നു. പിന്നീട് ഹസ്രത്ത് സാഹിബ് പറഞ്ഞു, നോക്കൂ, ഇവിടെ വല്ല കാവൽക്കാരനും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് വിവരങ്ങൾ തിരക്കൂ. അങ്ങനെ ഹുസൂർ കാവൽക്കാരനോട് വിവരങ്ങൾ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം വഫാത്തായിട്ട് ഏകദേശം 100 വർഷമായി. എന്നാൽ അദ്ദേഹം ഈ പ്രദേശത്തെ വലിയൊരു മഹാത്മാവായിരുന്നുവെന്നും ഇവിടെ വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്നും എൻ്റെ പിതാമഹന്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹുസൂർ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു? അയാൾ പറഞ്ഞു, അദ്ദേഹത്തിന് കറുത്ത നിറവും വലിയ കണ്ണുകളുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഖാദിയാനിലെത്തി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ച അതേ രൂപം തന്നെയാണ് അയാളും പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ചില വലിയമാരോടും നബിമാരോടും
ഇപ്രകാരം മരിച്ചവർ സംസാരിക്കാറുണ്ടെന്നും ചിലർക്ക് ദർശനം ലഭിക്കാറുണ്ടെന്നും ചിലർ പറയുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ രീതികളാണ്. ഏതായാലും ആ യാത്ര കഴിഞ്ഞ് അവർ ഖാദിയാനിലെത്തി. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഈ യാത്രയെക്കുറിച്ച് ഞാൻ മിയാ അബ്ദുള്ളയോട് ചോദിച്ചു, ഹസ്രത്ത് സാഹിബ് ആ ഏകാന്തവാസത്തിൽ എന്താണ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ആരാധനകൾ നിർവഹിച്ചിരുന്നത് എന്ന്. അപ്പോൾ മിയാൻ അബ്ദുള്ള സാഹിബ് മറുപടി നൽകി, അത് ഞങ്ങൾക്കറിയില്ല, കാരണം അദ്ദേഹം മുകൾ നിലയിലായിരുന്നു താമസം. ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ അനുവാദമില്ലായിരുന്നു. ഭക്ഷണം നൽകാൻ പോകുമ്പോൾ അനുവാദം ചോദിച്ചാണ് പോയിരുന്നത്. മിയാ അബ്ദുള്ള സാഹിബ് വിവരിക്കാറുണ്ടായിരുന്നു, ഒരിക്കൽ ഞാൻ ഭക്ഷണം വയ്ക്കാൻ മുകളിലേക്ക് പോയപ്പോൾ ഹസ്രത്ത് സാഹിബ് പറഞ്ഞു, എനിക്ക് ഒരു ഇൽഹാം ഉണ്ടായിരിക്കുന്നു, ഭൂരിക മൻ ഫീഹ വമൻ ഹൗലഹ. ഹസ്രത്ത് സാഹിബ് ഇതിന്റെ വിശദീകരണം നൽകി, മൻ ഫീഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെയാണ്, മൻ ഹൗലഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ കൂടെയുള്ള നിങ്ങളെയാണ്. മിയാ അബ്ദുള്ള സാഹിബ് പറയുന്നു, ഞാൻ മുഴുവൻ സമയവും വീട്ടിലുണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഹുസൂർ അലൈഹി സ്വലാമിനോട് പുറത്തു പോയിരുന്നത്. ഷെയ്ഖ് ഹാമിദ് അലിയും മിക്കവാറും വീട്ടിലുണ്ടാകും. എന്നാൽ ഫതഹ് ഖാൻ മിക്കവാറും പകൽ മുഴുവൻ പുറത്തായിരിക്കും. ഒരു പക്ഷേ ഈ ഇൽഹാം ഉണ്ടായ സമയത്ത് അദ്ദേഹവും പുറത്തായിരിക്കാം എന്ന് ഹസ്രത്ത് മിർയാം ബഷീർ അഹമ്മദ് സാഹിബ് കരുതുന്നു. മിയാ അബ്ദുള്ള സാഹിബ് വിവരിക്കാറുണ്ടായിരുന്നു, ആ ദിവസങ്ങളിൽ ഫതഹ് ഖാൻ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ എത്ര വലിയ അനുയായിയായിരുന്നുവെന്നാൽ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, ഹസ്രത്ത് സാഹിബിനെ ഞാൻ ഒരു നബി ആയിട്ടാണ് കാണുന്നത്. പഴയ വിശ്വാസങ്ങൾ കാരണം ഇനി എങ്ങനെയാണ് ഒരു നബി വരിക എന്ന് ചിന്തിച്ച് ഞാൻ അസ്വസ്ഥനാകുമായിരുന്നു. എന്നാൽ ഫതഹ് ഖാൻ അന്ന് അദ്ദേഹം ബയ്യത്ത് സ്വീകരിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള വാദം ഉന്നയിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ നബി എന്ന് വിളിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കാലിടറുകയും അദ്ദേഹം മുർത്തദായി മാറുകയും ചെയ്തു. അതിനാൽ മനുഷ്യൻ എപ്പോഴും സ്വന്തം പര്യവസാനം ശുഭമാകുന്നതിനായി പ്രാർത്ഥിക്കുകയും ഈമാന്റെ സ്ഥിരതയ്ക്കായി പരിശ്രമിക്കുകയും വേണം. പ്രത്യേകിച്ച് റമദാനിലെ പ്രാർത്ഥനകളിൽ അള്ളാഹു നമ്മുടെ പര്യവസാനം ശുഭമാക്കി തരട്ടെ എന്നും ഈമാനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ എന്നും ഓരോരുത്തരും പ്രാർത്ഥിക്കണം. മിയാ അബ്ദുള്ള സാഹിബ് ഇപ്രകാരം വിവരിക്കുകയുണ്ടായി, ഒരിക്കൽ ഞാൻ ഭക്ഷണം വയ്ക്കാൻ പോയപ്പോൾ ഹസ്രത്ത് സാഹിബ് പറഞ്ഞു, അള്ളാഹുവിനെ പ്രകാരം അഭിസംബോധന ചെയ്യുകയും എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഈ സംസാരങ്ങളിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗം പോലും ഞാൻ വെളിപ്പെടുത്തിയാൽ ഇപ്പോൾ കാണുന്ന ഈ അനുയായികളെല്ലാം എന്നെ വിട്ടുപോകും. പ്രായോഗികമായി സംഭവിച്ചതും ഇതുതന്നെയാണ്. അദ്ദേഹം വാദം ഉന്നയിച്ചപ്പോൾ ചിലർ അദ്ദേഹത്തെ വിട്ടുപോവുകയും എതിർപ്പിൽ വർധനവ് കാണിക്കുകയും ചെയ്തു. അള്ളാഹു ഇപ്രകാരം സംസാരിക്കുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അതുപോലെ അങ്ങയുടെ നമസ്കാരം നിർവഹിക്കുന്നതിനെക്കുറിച്ച് മറ്റൊരു സംഭവമുണ്ട്. ചില ആളുകൾ നമസ്കാരത്തിലെ ഫിഖ്ഹി വശങ്ങളെക്കുറിച്ചും എങ്ങനെ കൈകെട്ടണം എന്നും നമസ്കാരത്തിലെ വിവിധ ചലനങ്ങൾ എപ്രകാരമായിരിക്കണമെന്നും സംസാരിക്കാറുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ആരാധനകൾ നിർവഹിച്ചിരുന്നത് എന്നും എങ്ങനെയാണ് നമസ്കരിച്ചിരുന്നത് എന്നും മിയാ അലി മുഹമ്മദ് സാഹിബ് വിവരിക്കുന്നു. ഒരിക്കൽ ഹസ്രത്ത് സാഹിബ് സുന്നത്ത് നമസ്കരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഫർദ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകൾ അദ്ദേഹം നിർവഹിക്കുകയായിരുന്നു. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം കൈകൾ പൊക്കിളിന് മുകളിലാണ് കെട്ടിയിരുന്നത്. വലത് കൈയിന്റെ നടുവിരൽ ഇടതു കൈ മുട്ടുവരെ എത്തുമായിരുന്നു, അല്ലെങ്കിൽ അല്പം പിന്നിലായി നിൽക്കും. സുജൂദ് ചെയ്യുമ്പോൾ രണ്ട് കൈകൾക്കും ഇടയിലാണ് നെറ്റിയും മൂക്കും നിലത്ത് വെച്ചിരുന്നത്. വിരലുകൾ നേരെ കാബയുടെ ദിശയിലേക്കായിരുന്നു വെച്ചിരുന്നത്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലപ്പാവ് അല്പം അയഞ്ഞതായതിനാൽ അത് പിന്നിലേക്ക് നീങ്ങുമായിരുന്നു. അത് വിരൽ കൊണ്ട് അദ്ദേഹം ശരിയാക്കുമായിരുന്നു. ഏതായാലും ഈ സുന്നത്തുകൾ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദ് അക്സയിൽ തന്റെ പിതാമഹന്റെ കബറിന് തെക്ക് വശത്ത് നിന്ന് നിർവഹിച്ചു എന്നും അതിനുശേഷം ഹസ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബ് നേതൃത്വം നൽകിയ ഫർദ് നമസ്കാരം ആരംഭിച്ചുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഹസ്രത്ത് മുഹമ്മദ് ജമീൽ സാഹിബ് വിവരിക്കുന്നു, ആദ്യമായി പ്ലേഗ് രോഗം പടർന്നു പിടിച്ച നാളുകളിൽ
ഹസ്രത്ത് അഖ്ദസ് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം തോട്ടത്തിൽ താവളമടിക്കുകയും തൻ്റെ കുടുംബത്തോടൊപ്പം അങ്ങോട്ട് മാറുകയും ചെയ്തു. പ്ലേഗ് ബാധിച്ച സമയത്ത് തുറസായ സ്ഥലം അനുയോജ്യമായതിനാലാണ് അദ്ദേഹം അവിടെ പോയത്. ഞങ്ങൾ രാത്രികാലങ്ങളിൽ അവിടെ കാവൽ നിൽക്കാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. കാവൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഹസ്രത്ത് സാഹിബിന്റെ ക്യാമ്പിന് സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ ഹുസൂർ അലൈഹിസ്സലാം നമസ്കാരത്തിൽ മുഴുകിയിരിക്കുന്നതാണ് എപ്പോഴും കാണാറുള്ളത്. അദ്ദേഹം എപ്പോഴാണ് ഉറങ്ങുന്നത് എന്ന് അള്ളാഹുവിനെ അറിയൂ. അതുപോലെ ഹസ്രത്ത് ചൗധരി ഭായ് അബ്ദുറഹ്മാൻ സാഹിബ് വിവരിക്കുന്നു, ഹുസൂർ തഹജ്ജുദ് നമസ്കാരം അതീവ താഴ്മയോടെയാണ് നിർവഹിക്കാറുണ്ടായിരുന്നത്. ചെറിയ പള്ളിക്ക് മുന്നിലുള്ള മുറിയിൽ പോലും ആ ശബ്ദം കേൾക്കാമായിരുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന വരികൾ അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലുന്നത് പതിവായിരുന്നു. അതിനാൽ അള്ളാഹു നമ്മെ എപ്പോഴും ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി ഈ പ്രാർത്ഥന നാമും ആവർത്തിച്ച് ചൊല്ലേണ്ടതുണ്ട്. ഹസ്രത്ത് മാസ്റ്റർ നസീർ ഹുസൈൻ സാഹിബ് അങ്ങയുടെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ഒരിക്കൽ ജഹലം യാത്രക്കിടയിൽ ലാഹോറിലെ എൻ്റെ പിതാമഹൻ ഹസ്രത്ത് മിയ ജലാലുദ്ദീൻ സാഹിബ് മർഹൂമിൻ്റെ മുബാറക് മൻസിൽ എന്ന വീട്ടിൽ താമസിക്കുകയുണ്ടായി. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം രാത്രി അവിടെയാണ് ചിലവഴിച്ചത്. ഒരു മുറിയിൽ ഹുസൂർ ഉറങ്ങാനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ഞാൻ ആ മുറിക്ക് പുറത്തുള്ള വരാന്തയിൽ വാതിലിന് സമീപം കിടന്നു. രാത്രി ഏകദേശം 3 മണിയായപ്പോൾ ഞാൻ ഉണരുകയും മുറിക്കുള്ളിൽ ഹുസൂറിനെ നോക്കുകയും ചെയ്തപ്പോൾ ഹുസൂർ നമസ്കരിക്കുകയായിരുന്നു. ഞാനും വുളു ചെയ്ത ശേഷം ഹുസൂറിന്റെ പിന്നിലായി അല്പം മാറി നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. ഹുസൂർ എത്രത്തോളം ദീർഘമായി ഖിയാമോ റുക്കുവോ സുജൂദോ ചെയ്യുന്നുവോ അത്രത്തോളം ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും എനിക്ക് സാധിച്ചില്ല. വെറും 2 റക്കാത്തുകൾ കൊണ്ട് തന്നെ ഞാൻ നന്നേ തളർന്നുപോയി. എന്നാൽ ഹുസൂർ അപ്പോഴും അതേ റക്കാത്തിൽ തന്നെയായിരുന്നു. അതായത് ഞാൻ ഏത് റക്കാത്തിലാണോ ചേർന്നത് ഹുസൂർ അപ്പോഴും ആ റക്കാത്തിന്റെ ഖിയാമിൽ തന്നെയായിരുന്നു. ഞാൻ തളരുകയും നമസ്കാരം നിർത്തി എൻ്റെ സ്വന്തം നമസ്കാരം നിർവഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. എൻ്റെ യജമാന പ്രഭുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിന്തുടർന്ന് അള്ളാഹുവിൻ്റെ ആരാധനയോടുള്ള കടമകൾ എങ്ങനെ നിറവേറ്റണമെന്നതിനെ കുറിച്ചുള്ള ഒരു മാതൃകയായിരുന്നു ഇത്. ഏതായാലും പകൽ സമയം ഹുസൂറിന് ചുറ്റും ഞങ്ങൾ ഇരിക്കുമ്പോൾ അദ്ദേഹം ജമാഅത്തിനോട് തഹജ്ജുദ് നമസ്കരിക്കാൻ ഊന്നി പറയുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രകാരം ചോദിച്ചു, തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞപക്ഷം എന്തു ചെയ്യണം? അതിന് ഹുസൂർ മറുപടി നൽകി, ആ സമയത്ത് ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലുക, അള്ളാഹുവിൻ്റെ തസ്ബീഹും തഹ്മീദും ധാരാളമായി നിർവഹിക്കുക. അതിലൂടെ തഹജ്ജുദ് നമസ്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കും. അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥനകൾ തഹജ്ജുദിന് പകരമാകാനല്ല, മറിച്ച് തഹജ്ജുദ് നമസ്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കാനാണ്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നതിൽ എനിക്ക് വല്ലപ്പോഴുമൊക്കെ അശ്രദ്ധ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ രീതി പിന്തുടരാറുണ്ട്. അതിലൂടെ എനിക്ക് തഹജ്ജുദിന് തൗഫീഖ് ലഭിക്കാറുമുണ്ട്. അതിനാൽ നമ്മുടെ അശ്രദ്ധയുടെ നാളുകളിൽ നാമും ഈ രീതി സ്വീകരിക്കണം. ഇപ്പോൾ നമ്മൾ റമദാനിലൂടെ കടന്നു പോവുകയാണ്. എങ്ങനെയെങ്കിലും ഒക്കെ തഹജ്ജുദിന് തൗഫീഖ് ലഭിക്കുന്നുണ്ട്. ലഭിക്കാത്തവർ അതിനായി പരിശ്രമിക്കണം. തീർച്ചയായും മസ്ജിദിൽ തറാവി നമസ്കാരം നടക്കുന്നുണ്ട്. ഇത് ദുർബലർക്കും രോഗികൾക്കും കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കാത്തവർക്കും വേണ്ടി ഒരു ബദൽ എന്ന നിലയിലാണ്. എങ്കിലും തഹജ്ജുദിന്റെ പൂർണ്ണമായ കടമ നിറവേറ്റാൻ ഇതിന് സാധിക്കില്ല. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക എന്നതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ദാസന്റെ രീതിയും. അതിനാൽ തറാവി നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും രാത്രി എഴുന്നേറ്റ് 2-4 നഫലുകളെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കാൻ പരിശ്രമിക്കണം. അതുപോലെ ഹസ്രത്ത് ഖമറുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ വസന്തകാലത്ത് രാവിലെ ഏകദേശം 8 മണിക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഖാദിയാനിൽ നിന്ന് ഹേനി ഖാദിർ ആബാദ് പാതയിലൂടെ നടക്കാനിറങ്ങി. ഖാദിയാൻ ഭൂമിയുടെ അതിർത്തിയിൽ വെച്ച് അദ്ദേഹം 2 റക്അത്ത് നഫൽ നമസ്കരിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഗ്രാമത്തിന് സമീപത്തുകൂടെ ഖാദിയാനിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അതായത് നടക്കാനിറങ്ങിയ സമയത്തും ആരാധനയെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖാദിയാനിൽ താമസിക്കുന്നവർ ചെയ്യേണ്ട കാര്യം ഇതാണ്. അദ്ദേഹം ഖാദിയാനിനകത്തും അതിൻ്റെ അതിർത്തികളിലും നഫലുകളും നമസ്കാരങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. അതിനാൽ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും ആ പുണ്യഭൂമിയോടുള്ള കടമ നിറവേറ്റിക്കൊണ്ട്
സ്വന്തം ആരാധനകളുടെ നിലവാരം ഉയർത്തുകയും ചെയ്യുക. ഹസ്രത്ത് മലിക് നിയാസ് മുഹമ്മദ് സാഹിബ് പറയുന്നു, 1904 ഞാൻ കാദിയാനിൽ പോയപ്പോൾ കറം ദിൻ കേസുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഗുർദാസ്പൂരിലേക്ക് പോകാറുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കുളത്തിനു സമീപമുള്ള വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ജമാഅത്തിലെ സുഹൃത്തുക്കളും അവിടെ തന്നെയായിരുന്നു താമസം. ലങ്കർഖാനയും ആ ഭാഗത്ത് തന്നെയായിരുന്നു. കോടതിയിൽ ഹുസൂറിനായി ഒരു പരവതാനി വിരിക്കാറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹുസൂർ അതിലിരിക്കും. മറ്റു സുഹൃത്തുക്കളും അതിൽ തന്നെ ഇരിക്കുമായിരുന്നു. അത് വലിയൊരു പരവതാനിയായിരുന്നു. എല്ലാവരും അതിലിരിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് ഹുസൂർ എപ്പോഴും വുളു നിലനിർത്തുന്നതിനെ കുറിച്ചാണ്. മലമൂത്ര വിസർജനത്തിന് ശേഷം ഹുസൂർ തീർച്ചയായും വുളു ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് ഹുസൂർ അലൈഹിസ്സലാം എപ്പോഴും വുളു ഉള്ള അവസ്ഥയിലാണെന്ന് എനിക്ക് ഉറപ്പായി. അദ്ദേഹം വളരെ സാവധാനത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഹസ്രത്ത് ചൗധരി ഭായ് അബ്ദുറഹീം സാഹിബ് വിവരിക്കുന്നു, ആദ്യകാലങ്ങളിൽ നമസ്കാരങ്ങൾക്കായി സാധാരണയായി എല്ലാവരെക്കാളും മുമ്പേ ഹുസൂർ മസ്ജിദിലെത്താറുണ്ടായിരുന്നു. ഒരിക്കൽ എല്ലാവരെക്കാളും മുമ്പ് മസ്ജിദിലെത്താൻ ഞാൻ പരിശ്രമിച്ചുവെങ്കിലും ഹുസൂർ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഹസ്രത്ത് അഖ്ദസ് തൻ്റെ യൗവന കാലഘട്ടത്തിൽ ഏകദേശം 7 വർഷത്തോളം സിയാൽകോട്ടിലാണ് ചിലവഴിച്ചത്. അവിടെയും അദ്ദേഹത്തിൻ്റെ ദിനരാത്രങ്ങളിൽ ഏറ്റവും പ്രകടമായിരുന്ന ഗുണം അള്ളാഹുവിനോടുള്ള സ്നേഹമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വിവരിച്ചവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഏകാന്തതയെയും പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലുമുള്ള നിലീനതയെയും കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സിയാൽകോട്ടിലെ വിശ്വസ്തരും ആദരണീയരുമായ ചില വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. ഹക്കീം ബദർ ഹുസൈൻ സാഹിബ് എഴുതുന്നു, ഇത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ്. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ദൗത്യം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം അഹമ്മദത്തിൻ്റെ ശത്രുക്കളുടെ മുൻനിരയിലായിരുന്നു നിലകൊണ്ടിരുന്നത്. ഒരു നോവൽ രൂപത്തിൽ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചില സംഭവങ്ങളെ വിദ്വേഷത്തോട് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും സിയാൽകോട്ടിലെ താമസം നൽകിയ പരിശുദ്ധമായ ഓർമ്മകളെ ഈ എതിർപ്പിനിടയിലും അദ്ദേഹത്തിന് വിസ്മരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു, വിശ്വസിക്കത്തക്ക രൂപമുള്ളവൻ, അതായത് വളരെ വിശ്വസനീയമായ വ്യക്തിത്വവും ഉന്നതമായ ചിന്തകളുമുള്ള ഒരു മനുഷ്യൻ. തന്റെ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ മറ്റാരെയും അദ്ദേഹം ഗൗനിക്കാറില്ലായിരുന്നു. അദ്ദേഹം ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: മുറിക്കുള്ളിലേക്ക് കാലെടുത്ത് വച്ച ഉടനെ അദ്ദേഹം വുളുവിനായി വെള്ളം ആവശ്യപ്പെട്ടു. വുളു കഴിഞ്ഞ് മഗ്രിബ് നമസ്കാരം നിർവഹിച്ചു. അദ്ദേഹത്തിന് വലീഫ, നിത്യേനയുള്ള ആരാധനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ മുഴുകി. അതിനുശേഷം അള്ളാഹുവിൻ്റെ സിക്റിലും അദ്ദേഹം ഏർപ്പെട്ടു. പ്രശസ്ത മുസ്ലിം നേതാവ് മൗലവി സഫർ അലി ഖാൻ സാഹിബിൻ്റെ പിതാവും ജമീന്ദാർ പത്രത്തിൻ്റെ എഡിറ്ററുമായിരുന്ന മർഹൂം മുൻഷി സിറാജുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, മിർസാ ഗുലാം അഹമ്മദ് 1860-ലോ 1861-ലോ സിയാൽകോട്ട് ജില്ലയിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തിന് 28-ഓ 29-ഓ വയസ്സുണ്ടാകും. തൻ്റെ യൗവനകാലത്തും അദ്ദേഹം അങ്ങേയറ്റം സ്വാലിഹായ തഖ്വയുള്ള ഒരു മഹാത്മാവായിരുന്നുവെന്ന് നേരിൽ കണ്ട സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഔദ്യോഗിക ജോലി കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ മതപരമായ പഠനങ്ങൾക്കായി അദ്ദേഹം ചെലവഴിക്കാറുണ്ടായിരുന്നു. സാധാരണ ജനങ്ങളുമായി അദ്ദേഹം അധികം ഇടപഴകിയിരുന്നില്ല. ഒരിക്കൽ ഹസ്രത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി സിയാൽകോട്ടിൽ വെച്ച് സയ്യിദ് മീർ ഹസൻ സാഹിബിനെ കണ്ടുമുട്ടി. അന്ന് അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ ഇപ്രകാരം പറഞ്ഞു: അദ്ദേഹത്തെ യഥാവിധി വിലമതിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നത് കഷ്ടം തന്നെ. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഔന്നത്യത്തെക്കുറിച്ച് വിവരിക്കാൻ എനിക്കാവില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സാധാരണ മനുഷ്യൻ്റേതായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രത്യേകദാസന്മാരിൽ ഉൾപ്പെട്ടതും ഈ ലോകത്ത് അപൂർവമായി മാത്രം വന്നെത്തുന്ന അസ്തിത്വവുമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരു ഗ്രാമീണനായ സാധാരണ മനുഷ്യൻ മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആത്മപ്രകാശത്തെ എപ്രകാരം തിരിച്ചറിഞ്ഞു എന്നതിനെക്കുറിച്ചുള്ള ഒരു സംഭവമുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെയും അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും മുഖങ്ങളിൽ നിന്ന് ഈ പ്രകാശം പ്രകടമാകും. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് രേഖപ്പെടുത്തുന്നു, ഹസ്രത്ത് അമ്മാജാനോട് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ച ഒരു സംഭവം അവർ ഇപ്രകാരം പറഞ്ഞു: ഒരിക്കൽ ഒരു കേസിൻ്റെ ആവശ്യത്തിനായി ഞാൻ ഡൽഹൌസി മലനിരകളിലേക്ക് പോവുകയായിരുന്നു. യാത്രാമധ്യേ മഴ പെയ്തു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളും വണ്ടിയിൽ നിന്നിറങ്ങി വഴിയരികിലുണ്ടായിരുന്ന ഒരു ഗിരിവർഗക്കാരൻ്റെ വീടിന് അടുത്തേക്ക് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നയാൾ മുന്നോട്ട് ചെന്ന് വീട്ടുടമസ്ഥനോട് അകത്ത് കയറാൻ അനുവാദം ചോദിച്ചുവെങ്കിലും അയാൾ അത് തടഞ്ഞു.
പാവപ്പെട്ടവരുടെ വീടായതിനാൽ അതൊരു പക്ഷെ ചെറിയൊരു മുറിയായിരിക്കും. ഇതിനെ ചൊല്ലി അവർ തമ്മിൽ തർക്കമുണ്ടാവുകയും വീട്ടുടമസ്ഥൻ ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. തർക്കം രൂക്ഷമായപ്പോൾ ഹസരത്ത് സാഹിബ് പറഞ്ഞു, ആ ബഹളം കേട്ട് ഞാൻ മുന്നോട്ട് ചെന്നു. ആ വീട്ടുടമസ്ഥന്റെയും കണ്ണുകൾ തമ്മിൽ ഉടക്കിയ ഉടനെ ഞാൻ ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ തല താഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, യഥാർത്ഥത്തിൽ എനിക്ക് യുവതിയായ ഒരു മകളുണ്ട്. അതുകൊണ്ടാണ് അപരിചിതരായ പുരുഷന്മാരെ ഞാൻ വീട്ടിൽ പ്രവേശിപ്പിക്കാത്തത്. എന്നാൽ താങ്കൾ തീർച്ചയായും അകത്തേക്ക് കയറി വന്നുകൊള്ളുക. ഹസരത്ത് സാഹിബ് പറയുമായിരുന്നു, അയാൾ ഒരു അപരിചിതനായിരുന്നു. എനിക്ക് അയാളെയോ അയാൾക്ക് എന്നെയോ അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിന്റെ മുഖത്ത് ദൃശ്യമായിരുന്ന ദൈവികമായ പ്രകാശത്തിന്റെയും കുലീനതയുടെയും ആരാധനയുടെയും അടയാളമായിരുന്നു. അത് കണ്ടപ്പോൾ അയാൾക്ക് ബോധ്യമായി, ശരി, താങ്കൾക്കകത്തേക്ക് വരാം എന്ന് അയാൾ പറയുകയും ചെയ്തു. അള്ളാഹുവിന്റെ സത്ത എപ്പോഴും അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു. ഒരു തിരക്കും ജോലിയും അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അകറ്റിയില്ല. അതിനാൽ കോടതി കേസുകളുടെ കാര്യത്തിലും നമ്മൾ ഈ മാതൃകയാണ് കണ്ടിട്ടുള്ളത്. മുമ്പും ഞാൻ ഒരു സംഭവം വിവരിച്ചിരുന്നു. കേസ് കോടതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിനായി സംവിധാനമുണ്ടാക്കുക എന്നത് വലിയൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ അങ്ങ് അത്രമേൽ തവക്കലുള്ളവനും നിസ്വാർത്ഥനുമായിരുന്നു. കേസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹാജരാകാൻ എപ്പോൾ വേണമെങ്കിലും വിളി വരാം. എന്നാൽ നമസ്കാര സമയമായാൽ കോടതിയുടെ വിളിയെ അവഗണിച്ചും ഹാജരാകാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ഒട്ടും വകവെക്കാതെയും അള്ളാഹുവിന്റെ സന്നിധിയിലേക്കുള്ള വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അങ്ങ് അള്ളാഹുവിന്റെ ദർബാറിൽ ഹാജരാകുമായിരുന്നു. ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട യഥാർത്ഥ കാര്യം ഇതാണ്. നമസ്കാര സമയത്ത് നമസ്കാരത്തിന് തന്നെ മുൻഗണന നൽകണം. ഒരു സത്യവിശ്വാസിയുടെ പ്രത്യേകതയായ മാതൃകയാണിത്. അങ്ങ് തന്റെ യജമാന പ്രഭുവിൽ നിന്ന് ഇത് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും നമുക്കായി ആ മാതൃക കാണിച്ചു തരികയും ചെയ്തു. ഹസരത്ത് ഷേഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി വളരെ മനോഹരമായ രീതിയിൽ അങ്ങയുടെ ഈ അവസ്ഥ വിവരിച്ചിട്ടുണ്ട്. കോടതി കേസുകളുടെ ഈ പരമ്പര വളരെ ദീർഘമായിരുന്നുവെന്നും ചീഫ് കോടതി വരെ ചില കേസുകളിൽ അങ്ങേക്ക് ഹാജരാകേണ്ടി വന്നിരുന്നുവെന്നും അദ്ദേഹം എഴുതുന്നു. അദ്ദേഹത്തിന്റെ ദൈവബന്ധം ആണ് ഞാൻ ഇതിലൂടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഹസരത്ത് സാഹിബിന്റെ സാമീപ്യത്തിൽ കഴിയാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും അവസരം ലഭിച്ചവർക്കോ അങ്ങയുടെ പ്രഭാഷണങ്ങൾ വായിച്ചവർക്കോ അറിയാം, ഹസരത്ത് മിർസ സാഹിബ് എപ്പോഴും ദസ്ത് ബാക്കാർ വദിൽ ബായാർ എന്ന അവസ്ഥയിലായിരുന്നു എന്ന്. അതായത് ഹൃദയം ദൈവവസ്ഥയിലും പ്രിയതമനായ അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകിയിരിക്കും. ഇതേ ഉപദേശം തന്നെയാണ് അദ്ദേഹം നൽകിയിരുന്നതും. പരാതിക്കാരനായാലും എതിർകക്ഷിയായാലും വലിയ ആകുലതയിലായിരിക്കുമെങ്കിലും മിർസ സാഹിബ് കേസുകൾക്കായി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരു അസ്വസ്ഥതയോ പരിഭ്രമമോ ഉണ്ടാകാറില്ല. പൂർണ്ണമായ സ്ഥൈര്യത്തോടും അന്തസ്സോടും കൂടി ഹൃദയം പ്രിയതമനായ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരിക്കും. പിതാവിനോടുള്ള അനുസരണമെന്ന കടമ നിറവേറ്റാൻ വേണ്ടിയായിരുന്നു ഈ കേസുകളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നത് എങ്കിലും ആ കേസുകൾക്കിടയിൽ ഒരിക്കലും അദ്ദേഹം നമസ്കാരം കള ആക്കിയിട്ടില്ല. അള്ളാഹുവിനോടുള്ള കടമകളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും അശ്രദ്ധ കാണിച്ചില്ല. കോടതിയിൽ നമസ്കാര സമയമായാൽ മറ്റൊന്നും ചെയ്യാനില്ലാത്ത വിധം അദ്ദേഹം നമസ്കാരത്തിൽ മുഴുകുമായിരുന്നു. ഈ യാത്രകളിലെ ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ചിന്ത സൃഷ്ടാവിനെ കുറിച്ചായിരുന്നുവെന്ന് അദ്ദേഹം എഴുതുന്നു. ഉദിച്ചുയരുന്ന സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും നീർച്ചാലുകളിലും വെള്ളച്ചാട്ടങ്ങളിലും മലനിരകളിലും നദികളുടെ കളകളാവരങ്ങളിലും കളകൂജനങ്ങളിലുമെല്ലാം അദ്ദേഹം ആ സത്യയുടെ നിഴലാട്ടം കാണുകയും ആ ദിവ്യപ്രകാശത്തിന്റെ തിളക്കം ദർശിക്കുകയും ചെയ്തിരുന്നു. അതായത് അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിയിലും അങ്ങേക്ക് അള്ളാഹുവിന്റെ ശക്തിവിലാസം ദൃശ്യമായിരുന്നു. എല്ലായിടത്തും ആ യഥാർത്ഥ പ്രിയതമന്റെ പ്രകാശമാണ് അദ്ദേഹം കണ്ടിരുന്നത്. ചന്ദ്രനിലും സൂര്യകിരണങ്ങളിലും നക്ഷത്രങ്ങളിലും സുന്ദരമായ മുഖങ്ങളിലെ ലാവണ്യങ്ങളിലും എല്ലാം അദ്ദേഹം ആ യഥാർത്ഥ സൃഷ്ടാവിന്റെ സൗന്ദര്യമാണ് കണ്ടത്. ഓരോ പൂവും പൂന്തോട്ടവും അവന്റെ സൗന്ദര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പരിമളത്താൽ അദ്ദേഹം സുഗന്ധപൂരിതമാക്കുന്നു. സത്യം പറഞ്ഞാൽ
പേരിനങ്ങ് ഈ കേസുകൾക്കായി പോവുകയായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ആ യാത്രകളിലും അന്യരോടുള്ള ദുഃഖത്തിന്റെ എല്ലാ തർക്കങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡൽഹൌസി യാത്രകളിലും വഴിയോര കാഴ്ചകൾ കണ്ട് മലകളിലെ പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളും എത്ര മനോഹരമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനാൽ ആ ഒരേയൊരു സത്തയിൽ ഫന ആവുകയും അവന്റെ തൃപ്തിയിൽ കഴിയുകയും ചെയ്യുന്ന അവസ്ഥ ഓരോ നിമിഷവും അദ്ദേഹത്തെ വലയം ചെയ്തിരുന്നു. പകലായാലും രാത്രിയായാലും ഏകാന്തതയായാലും ജനമധ്യത്തിലായാലും ആ യഥാർത്ഥ പ്രിയതമന്റെ സ്മരണ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിരുന്നില്ല. അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, അമ്മാജാൻ എന്നോട് വിവരിച്ചു, ഒരിക്കൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ധാരാളമായി ചൊല്ലണമെന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ അദ്ദേഹം ഇത് ധാരാളമായി ചൊല്ലുമായിരുന്നു. രാത്രിയിൽ കിടക്കയിൽ വശം മാറുമ്പോൾ പോലും ഈ വചനം അദ്ദേഹത്തിന്റെ നാവിൽ കളിയാടിയിരുന്നു. മൗലവി ഷേർ അലി സാഹിബ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സുബ്ഹാനല്ലാഹ് ധാരാളമായി ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ സാവധാനത്തിൽ അങ്ങേയറ്റം ശാന്തതയോടും സൗമ്യയോടും കൂടിയാണ് ഈ വാക്കുകൾ ഉരുവിട്ടിരുന്നത്. ഹസ്രത്ത് സാഹിബിന്റെ ഉറക്കത്തിന്റെ രീതി എങ്ങനെയായിരുന്നെന്നാൽ അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഉണരുകയും സാവധാനത്തിൽ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്നുരുവിടുകയും പിന്നീട് വീണ്ടും ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. ഹദരത്ത് ഷേഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി എഴുതുന്നു, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ യജമാന പ്രഭുവും ഉദാരമതിയുമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയും പിന്തുടർച്ചയും അനുസരിച്ച് ഏകാന്തതയും തനിമയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം പുറത്തിറങ്ങുമായിരുന്നില്ല. ഈ ചിന്ത ശക്തമായ സ്വാധീനം ചെലുത്തുകയും ദൈവികമായ അനുരാഗത്താൽ അദ്ദേഹം പൂർണ്ണമായും അല്ലാഹു തആലയിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ പിതാവിന് ഒരു കത്തെഴുതി. ആ കത്ത് വായിച്ചാൽ അറിയാൻ സാധിക്കും ആദ്യകാലം മുതൽക്കേ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം എപ്രകാരമാണ് ഈ ദുനിയാവിനോട് വിമുഖത കാണിച്ചിരുന്നതെന്നും അള്ളാഹുമായുള്ള തന്റെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ എത്രമാത്രം വ്യാകുലനായിരുന്നുവെന്നും. പേർഷ്യൻ ഭാഷയിലുള്ള ആ കത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ വിവരിക്കാം. പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രകാരം എഴുതി, ഈ നാളുകളിൽ ഞാൻ നേരിട്ട് കാണുകയാണ്, എല്ലാ രാജ്യങ്ങളിലും നാടുകളിലും ഓരോ വർഷവും എന്തെങ്കിലും മഹാമാരികൾ പൊട്ടിപ്പുറപ്പെടുന്നു. അത് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരിൽ നിന്നും വേർപെടുത്തുന്നു. ഈ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഹൃദയം ഈ ലോകത്തിൽ നിന്നും അടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ലോക സാഹചര്യങ്ങളും നമ്മെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമ്മൾ അള്ളാഹുമായി പരമാവധി ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ആ കത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി, ഷെയ്ഖ് മുഹ്യിദ്ദീൻ സാദി ഷിറാസിയുടെ ഈ 2 വരികൾ പലപ്പോഴും ഓർമ്മ വരികയും സങ്കടത്താൽ കണ്ണുനീർ ഒഴുകുകയും ചെയ്യുന്നു. മക്കൻ തക്കിയ പർ ഉമർ നാ പൈദാർ മബാഷ് ഐമൻ എസ്ബാസിയ റോസ്ഗാർ. അതായത് അസ്ഥിരമായ ഈ ജീവിതത്തെ നീ അവലംബമാക്കരുത്, കാലത്തിന്റെ കളികളിൽ നീ സുരക്ഷിതനാണെന്ന് കരുതുകയും അരുത്. പിന്നീട് ഫറഖ് ഖാദിയാനിയുടെ ഈരടികൾ ഇപ്രകാരമാണ് എഴുതുന്നു, അക്കാലത്ത് ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഖ് എന്ന തൂലികാ നാമം സ്വീകരിച്ചിരുന്നു. പറയുന്നു, ബദ്ന്യായ ദൂ ദിൽ മബന്ദായ നൗജവാൻ के वक्त अजल मीर सतना कहा. യുവാവേ, ഈ നിസ്സാരമായ ദുനിയാവിൽ നീ ഹൃദയം ബന്ധിക്കരുത്. മരണസമയം പെട്ടെന്ന് വന്നെത്തുന്നതാണ്. എൻ്റെ ഗതകാല ചാബല്യങ്ങൾക്ക് പ്രായശ്ചിത്തമെന്നോണം ശിഷ്ടകാലം ഏകാന്തതയിൽ ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനസമ്പർക്കത്തിൽ നിന്ന് അകന്നു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയിൽ മുഴുകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കത്തിൽ നിന്ന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രശസ്തിയോ മഹത്വമോ ആഗ്രഹിച്ചിരുന്നില്ലെന്നും അള്ളാഹുമായി ഒരു നിർമ്മലമായ ബന്ധം പുലർത്തിയിരുന്നുവെന്നും മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്ന ലക്ഷ്യമില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരിക്കലും ജനമധ്യത്തിലേക്ക് വരുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഏകാന്തതയാണോ ജനമധ്യത്തിലുള്ള ജീവിതമാണോ നീ ഇഷ്ടപ്പെടുന്നത് എന്ന് അള്ളാഹു എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയാൽ
ഞാൻ ഏകാന്തതയെ മാത്രമേ തിരഞ്ഞെടുക്കൂ. എന്നെ വലിച്ചേച്ച് കർമ്മരംഗത്തേക്ക് കൊണ്ടുവന്നത് അവനാണ്. ഏകാന്തതയിൽ എനിക്ക് ലഭിക്കുന്ന ആനന്ദം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് അറിയാവുന്നത്. ഏകദേശം 25 വർഷത്തോളം ഞാൻ ഏകാന്തതയിൽ കഴിച്ചുകൂട്ടി. പ്രശസ്തിയുടെ സിംഹാസനത്തിൽ അവരോധിതനാകാൻ ഞാൻ ഒരു നിമിഷം നേരത്തേക്ക് പോലും ആഗ്രഹിച്ചില്ല. ജനങ്ങൾക്കിടയിൽ സഭ കൂട്ടുന്നത് എനിക്ക് പ്രകൃത്യാ വെറുപ്പുളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ആജ്ഞ നൽകുന്നവന്റെ ആജ്ഞയാൽ ഞാൻ നിർബന്ധിതനാണ്. ഇപ്രകാരം തന്റെ പിതാവിനെ കത്തെഴുതിക്കൊണ്ട് അദ്ദേഹം തന്റെ സർവസ്വവും ഉപേക്ഷിച്ചു. ഒരു തരത്തിലുള്ള രാജകുമാരന്റെ സ്ഥാനമാണ് അദ്ദേഹം ഉപേക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അധീശത്വത്തിൽ 7 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനായി അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ചു. തന്റെ അനുയായികളെയും അദ്ദേഹം ഇക്കാര്യത്തിൽ ഉപദേശിക്കാറുണ്ടായിരുന്നു. മിയാ മുഹമ്മദ് മൂസ സാഹിബ് വിവരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. ഒരിക്കൽ കാദിയാനിൽ വന്ന ഒരു നവമുസ്ലിമായ വലിയ ജമീന്ദാർ ഹദ്റത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളവെടുപ്പിനായി പോകാൻ അനുവാദം ചോദിച്ചു. കൃഷിക്കാരുടെ ഇടയിൽ കൊയ്ത്തു കഴിഞ്ഞാൽ വിതരണം നടത്താൻ പോകണമായിരുന്നു. അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു, എത്ര വിളവുണ്ട്? ഒരുപാടുണ്ട് ഹുസൂർ എന്ന് മറുപടി നൽകി. ഹദ്റത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ഒരുപാട് ഗ്രാമങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വാതിൽ തിരഞ്ഞെടുത്തത്. നിങ്ങൾ കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിച്ച് നിങ്ങളുടെ ദീനീയ അവസ്ഥ മെച്ചപ്പെടുത്തുക. ദുനിയാവിൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുക. അള്ളാഹു അനുഗ്രഹം ചെയ്യും. ഏതായാലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് ഹുസൂർ അപ്രകാരം പറഞ്ഞതായിരിക്കും. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കരുത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ വിലമതിക്കുകയും വേണം. എന്തായാലും ആ നവമുസ്ലിമിൻ്റെ ആത്മീയ ശിക്ഷണത്തിനു വേണ്ടി അദ്ദേഹം അന്ന് ആ ഉപദേശമാണ് നൽകിയത്. ഇത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യമാണ്. ലോകത്തിൽ പാടെ മുങ്ങിപ്പോകാൻ പാടില്ലെന്നും എന്നാൽ ലോകത്തോടുള്ള കടമകൾ തീർത്തും ഇല്ലാതാകുന്ന വിധം എല്ലാം ഉപേക്ഷിക്കണമെന്നും ഇതിനർത്ഥമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് സന്തുലിതമായ ഒരു മാർഗമാണ്. അത് നമ്മൾ സ്വീകരിക്കണം. എങ്കിലും ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം, അള്ളാഹുവിനെ ഒരിക്കലും കൈവിടരുത്. ഈ കാര്യത്തിൽ എപ്പോഴും അതീവ ജാഗ്രത ആവശ്യമാണ്. ഇന്ന് ഞാൻ വിവരിച്ചത് അദ്ദേഹത്തിൻ്റെ ഇഷ്കിൻ്റെയും സ്നേഹത്തിൻ്റെയും ആരാധനകളുടെയും ചില വശങ്ങളാണ്. ഈ റമദാനിൽ യഥാർത്ഥത്തിൽ ആരാധനയുടെ കടമ ശരിയായി നിറവേറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ വളരാനും ഈ റമദാനിൻ്റെ അനുഗ്രഹാതിരേകത്തിൽ നിന്ന് പരമാവധി പ്രയോജനം നേടാനും അതിനുശേഷവും ആ അനുഗ്രഹങ്ങൾ നമ്മിൽ നിലനിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെയും മുസ്ലിമിൻ്റെയും അടയാളം എന്താണോ അപ്രകാരമുള്ളവരായി മാറാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ പ്രത്യേകിച്ച് പ്രതിസന്ധികളിലും കള്ളക്കേസുകളിലും അകപ്പെട്ടിരിക്കുന്ന അഹമ്മദികൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുക. അഹമ്മദി സഹോദരങ്ങൾക്കായി അള്ളാഹു എളുപ്പങ്ങൾ സംജാതമാക്കട്ടെ. മുസ്ലിം ഉമ്മത്തിനെയും പ്രാർത്ഥനകളിൽ ഓർക്കുക. ലോകം വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രാർത്ഥിക്കുക. യുദ്ധവും നാശവും വിധിവിദിതമാണെങ്കിൽ അതിൽ നിന്ന് നിരപരാധികളെ അള്ളാഹു രക്ഷപ്പെടുത്താൻ ദുആ ചെയ്യുക. അക്രമികളെ അള്ളാഹു പിടികൂടുകയും നിരപരാധികളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان
وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر